ഒരുപാട് അപകട വാർത്തകളും മരണ വാർത്തകളുമാണ് ഇപ്പോൾ സിനിമ സീരിയൽ ലോകത്ത് നിന്നും പുറത്തു വരുന്നത്. ഇപ്പോഴിതാ തെലുങ്ക് നടൻ കെ ഭരത് കാന്ത് കാർ അപകടത്തിൽ അന്തരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. 31 വയസ്സായിരുന്നു ഭരത് കാന്തിൻ്റെ പ്രായം. ഭരത് കാന്തിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്തിനും അപകടത്തിൽ ജീവൻ നഷ്ടമായിരിക്കുകയാണ്. ഹൈദരാബാദ് ഔട്ടർ റിംഗ് റോഡിലൂടെ സഞ്ചരിക്കവേ നടൻ ഭരത് സഞ്ചരിച്ച കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് കണ്ടെയ്നർ ലോറിയുമായി ഇടിക്കുകയായിരുന്നു. അപകട സ്ഥലത്ത് വെച്ച് തന്നെ ഭരത്തിനും സുഹൃത്തിനും ജീവൻ നഷ്ടമായിരുന്നു. ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റർ കൂടിയാണ് ഭരത് കാന്ത്. ഇൻസ്റ്റഗ്രാമിൽ 40,000 ഫോളോവേഴ്സും യൂട്യൂബ് ചാനലിന് 30,000 സബ്സ്ക്രൈബേഴ്സുമാണ് ഭരത്തിനുള്ളത്. അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയ്ക്ക് പിന്നാലെ ഭരത്തിൻ്റെ അവസാന ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത്. ബാങ്കോക്കിലെ ഒരു മാളിൽ നിൽക്കുന്ന ചിത്രമാണ് ഭരത് അവസാനമായി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 4 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ ഒരു പോസ്റ്റ് താരം പങ്കുവച്ചത്. "ഞാൻ ഇത് സൊല്ലിയാകണം, നീ അവളോ അഴക്" എന്നായിരുന്നു ഈ ഒരു ഫോട്ടോയ്ക്കൊപ്പം നടൻ കുറിച്ചിരുന്നത്. ടെനന്റ്, ഗ്രാമം തുടങ്ങിയ തെലുങ്ക് ചിത്രങ്ങളിലും വെബ് സീരീസിലും ഭരത് കാന്ത് അഭിനയിച്ചിട്ടുണ്ട്. തെലുങ്ക് സിനിമാ ലോകത്തെയും ആരാധകരെയും ഞെട്ടിച്ച ഒരു മരണവാർത്ത തന്നെയായിരുന്നു ഇത്. നടൻ, കണ്ടന്റ് ക്രിയേറ്റർ, നർത്തകൻ എന്നീ നിലകളിലെല്ലാം തന്നെ തെലുങ്ക് പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനാണ് നടൻ ഭരത് കാന്ത്. ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിലാണ് ഭരത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത്. ഭരതിൻ്റെ വിയോഗ വാർത്തയ്ക്ക് പിന്നാലെ ഭരതിൻ്റെ അവസാന ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ബാങ്കോക്കിലെ ഒരു മാളിൽ നിൽക്കുന്ന ചിത്രമായിരുന്നു ഭരത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രിയ സുഹൃത്തിൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ മനംനൊന്ത് നിരവധി പേരാണ് ഈ ഒരു ചിത്രത്തിന് താഴെ അനുശോചനം രേഖപ്പെടുത്തിയത്. നിരവധി ആരാധകരും ഭരത്തിന് അനുശോചനങ്ങൾ. സായ് ത്രിലോക് എന്ന വ്യക്തിയാണ് ഭരത് കാന്തിനോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത്. 31 വയസ്സ് തന്നെയായിരുന്നു സായ് ത്രിലോകിൻ്റെയും പ്രായം. ഇരുവരും ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ സ്വദേശികളാണ്. ഭരത് കാന്ത് ഓടിച്ച കാറിലായിരുന്നു ഇരുവരും സഞ്ചരിച്ചിരുന്നത്. നിയന്ത്രണം വിട്ട കാർ മുന്നിൽ സഞ്ചരിക്കുകയായിരുന്ന കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറി. കാർ പൂർണ്ണമായും തകർന്നുപോയി. ഇടിയുടെ ആഘാതത്തിൽ കണ്ടെയ്നറിൻ്റെ പിൻഭാഗത്തെ ചക്രങ്ങൾ വേർപെട്ടുപോയി. ഇരുവരും സംഭവ സ്ഥലത്ത് തന്നെ വെച്ചു മരണപ്പെട്ടു. സ്ഥലത്തെത്തിയ പോലീസ് മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റുകയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുകയുമായിരുന്നു. പിന്നീട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. നിരവധി പേരാണ് ഇപ്പോൾ ഭരത് കാന്തിൻ്റെ അപകട മരണ വാർത്തയിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തിച്ചേർന്നത്.